ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സഫീസ് കിച്ചൻ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡ് പുഡിംഗ് ആണ്. നമുക്കിതിനാവശ്യമായ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഇതിനാവശ്യമായി ഒരു ചെറിയ പാക്കറ്റ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ബ്രെഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കാം. ഇതിനാവശ്യമായി 2 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റേർഡ് പൊടി ആക്കാൻ വേണ്ടിയാണ്. 2 ഗ്ലാസ് പാൽ നമുക്ക് നന്നായി തിളപ്പിക്കാൻ വെക്കാം. അതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നിങ്ങളെ മധുരം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പഞ്ചസാര. എന്നിട്ട് നന്നായി തിളപ്പിക്കുക. അപ്പോഴേക്ക് നമുക്ക് കസ്റ്റേർഡ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഇളക്കി വെക്കാം. കസ്റ്റേർഡ് ഞാൻ ഈ കസ്റ്റേർഡ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്ലേവർ വനില ഫ്ലേവറാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് ഫ്ലേവറും എടുക്കാം. അത് ഈ വെള്ളത്തിൽ നന്നായി കട്ടയില്ലാതെ എടുക്കണം. ഡയറക്റ്റ് പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നന്നായി കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. വെള്ളത്തിൽ നന്നായി കലക്കി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ പാല് പതക്കുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിന് ആവശ്യമായി എടുത്തത് ഈ ബൗളിൽ കാണുന്ന കസ്റ്റേർഡാണ് എടുത്തിരിക്കുന്നത്, കസ്റ്റേർഡ് പൊടി. ഇനി അതിനാവശ്യത്തിന് മിൽക്കി മേഡും ഞാൻ ചേർത്തുന്നുണ്ട്. പക്ഷെ അത് ഇതിലല്ല, പാലിലാണ് മിൽക്കി മേഡ് ചേർത്തുന്നത്. പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി വെക്കണം, അല്ലെങ്കിൽ വേഗം അടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ആക്കി വെച്ച കസ്റ്റേർഡ് പൊടി വെള്ളം ഇതിലേക്ക് ചെറുങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം ഈ രീതിയായി നല്ല ടൈറ്റായി വരും. ഏകദേശം ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കി ഇത് തണിയാൻ വേണ്ടി വെക്കുക. അതിൻ്റെ ഇടയിൽ ഒരു 2 സ്പൂണ് മിൽക്കി മേഡും കൂടി ഞാൻ ചേർത്തുന്നുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിന് ആവശ്യം പോലെ മിൽക്കി മേഡ് ചേർത്താം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈദ് സ്പെഷ്യലും കൂടിയാണ്. ഇനി ഇതിനാവശ്യമായ ബൗൾ എടുക്കാം. നമുക്ക് സെറ്റാക്കാൻ ആവശ്യമായതായിരിക്കണം. കുറച്ച് നല്ല വീതിയുള്ള, അത് നിങ്ങളെ ഇഷ്ടം പോലെ ഏത് ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. എന്നിട്ട് അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിന് ആവശ്യമാണ്. അത് ഒരു ബൗളിലിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി രീതിയിലായിരിക്കണം. നന്നായി ഒരുപാട് സമയം ബീറ്റ് ചെയ്താൽ നല്ല ക്രീമി രീതിയിലായി കിട്ടും. നല്ല ക്രീം രീതിയിലായി വന്നിട്ടുണ്ട്. ഇത് കുറേ സമയം ഇങ്ങനെ വെക്കാൻ പാടില്ല, കാരണം മെൽട്ടായി പോകും. അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് ഇത് സെറ്റാക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് എല്ലാ സ്ഥലത്തുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിയിലായിരിക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ വിപ്പിംഗ് ക്രീമും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ആക്കി വെച്ച ഈ മിക്സൊക്കെ പകുതി മാത്രമേ ഇടാൻ പറ്റുള്ളൂ, കാരണം ഇതിൻ്റെ മേലെ ഇനിയും ബ്രെഡ് വരേണ്ടതാണ്. അതുകൊണ്ട് ക്രീമും കസ്റ്റേർഡ് മിക്സും ഒക്കെ പകുതി ആക്കി കൊടുക്കുക. ബാക്കി പകുതി ഇതുപോലെ ഇനിയും ബ്രെഡ് വെച്ച് എല്ലാ ഭാഗവും ബ്രെഡ് വെച്ച്
ബാക്കിയുള്ളതൊക്കെ ഫിനിഷ് ചെയ്യേണ്ടതാണ്. എല്ലാവരും നല്ല ശ്രദ്ധയോടു കൂടി ഇത് ഉണ്ടാക്കേണ്ടതാണ്. വലിയ പണിയൊന്നുമില്ല, ആക്കി കഴിഞ്ഞാൽ ഈസിയാണ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റും കൂടിയാണ്. കാരണം ഇന്ന് ഒന്നാമത് ബലി പെരുന്നാളാണല്ലോ. എല്ലാവർക്കും ഗസ്റ്റുകൾക്കൊക്കെ വന്നവർക്കൊക്കെ കൊടുക്കാൻ നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ബാക്കിയുള്ള മിക്സൊക്കെ നല്ല സ്പ്രെഡ് ചെയ്ത് നല്ല ഇതുപോലെ തന്നെ ആക്കി വെക്കുക. ഒന്നും ബ്രെഡിൻ്റെ ഒരംശവും കാണാതെ എല്ലാം ആക്കി വെക്കുക. ഏകദേശം ബ്രെഡ് പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ആയാലും എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെയുള്ള ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചതാണ്. എൻ്റെ ഇന്നെടുത്ത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് രാത്രി ആക്കിയിട്ട് രാവിലത്തേക്ക് എടുക്കാവുന്നതാണ്. ഏകദേശം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടിപൊളി റെസിപ്പിയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ഇൻഷാ അല്ലാ. ബൈ.